കരച്ചിലിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ എല്ലാരും അകത്ത് കരഞ്ഞു തളർന്നിരിക്കുകയായിരിക്കും. ഏതായാലും ചെന്ന് സങ്കടത്തിലൊന്ന് പങ്കുചേരാൻ. ആ കുട്ടിപ്പിശാചില്ലാത്ത വീട്ടിലേക്ക് കയറുന്നതാ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് നന്നായിട്ട് അഭിനയിക്കണം. എന്റെ കണ്ണീരിൽ ആ മുത്തശ്ശിക്കിളവിയും അവിടെ ഉള്ളവരും വീഴണം. നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ വെറുതെ വിടുവന്നോ? എന്റെ കുഞ്ഞിനെ ഭിക്ഷാടകർക്ക് കൊടുത്ത നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ. ആരാണ് തല്ലിയത്? ആരാ? നീ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. മോളിത് കുടിക്ക്, എല്ലാ ക്ഷീണവും മാറും. വേണ്ട കുഞ്ഞേ. അങ്ങനെ പറയല്ലേ മോളെ, കുടിക്ക്, എങ്കിലല്ലേ മിടിക്കാവൂ. മോള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് മഹിയേട്ടാ. ഇവളെങ്ങനെ ഇവിടെത്തി? അവിടുന്ന് രക്ഷപ്പെട്ടോ? മാളു, മോളെ ആരാ തട്ടിക്കൊണ്ടുപോയത്? മോൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അയാള് മുഖംമൂടി വെച്ചിരുന്നു. അതുകൊണ്ട് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാഗ്യം, കുട്ടിപ്പിശാചിന് എന്നെ മനസ്സിലായിട്ടില്ല. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ആളു നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ, അവിടെ ആരെങ്കിലും മോള് കണ്ടോ? ഇല്ല, അവരെ ആരെയും എനിക്കറിയില്ല. അതൊന്നും ഇനി മാള് ഓർക്കണ്ട. മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ, അത് മതി. ശ്രീ മഹേശ്വരൻ കാത്തതുകൊണ്ടാ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്റെ മോളെ ആരും ഒന്നും ചെയ്യാതെ ഈ അച്ഛൻ നോക്കിക്കോളാം. നകുലിതെപ്പോഴാ വന്ന്? ഞാൻ വന്നിട്ട് കുറെ സമയമായി. എനിക്ക് ശ്രേയയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാ നിനക്ക് കൊട്ടേഷൻ തന്നത്. അപ്പതേ പുതിയ പ്രശ്നമായി നീ. തമാശയല്ല ഞാൻ പറഞ്ഞത്. തമാശയാണെന്ന് ആരാ പറഞ്ഞ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അതൊന്നുമല്ല, ഞാനിന്ന് വന്നിറങ്ങിയപ്പോ ഇവിടെ ആരോ എന്നെ ആക്രമിച്ചു. ആഹാ, കിട്ടിയോ? അതെ, അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പ് എനിക്കൊരു അനുഭവമുണ്ട്. അപ്പൊ അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിച്ചു. ആരെന്നെ കൊല്ലം നോക്കിയേ? എനിക്കറിയില്ല, ഇവിടെ ആരും കണ്ടില്ലല്ലോ. നകുല് ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും. ഇപ്പൊ എനിക്ക് ഉറപ്പായി അത് സ്വപ്നമൊന്നും ആയിരുന്നില്ല. ശരിയാ, അന്ന് നീ കണ്ടത് സ്വപ്നമൊന്നും ആയിരുന്നില്ല. വെറുതെ നകുല് പേടിക്കാതിരിക്കാനാ ഞാൻ അങ്ങനെ നോണ പറഞ്ഞത്. എന്തൊക്കെ പറയുന്നു ശ്രേയ? തെളിച്ചു പറ. ശരി,
തെളിച്ച് വ്യക്തമായിട്ട് പറയാം. നകുലിനെ ആക്രമിച്ചത് ഗൗരിയ, മഹിയേട്ടന്റെ മുൻ ഭാര്യ, മാളുവിന്റെ അമ്മ. ഗൗരിയോ? അതെ, ഗൗരിയുടെ ആത്മാവ്. മാളുവിന് കാവലായി അവൾ ഈ കൈലാസത്തിൽ തന്നെയുണ്ട്. അപ്പോ ഗൗരിയുടെ ആത്മാവ് നിന്നെ ഉപദ്രവിക്കണമെങ്കിൽ നീ മാളുവിനെതിരായി എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ അത്? എന്താ ഉത്തരവില്ലേ? അത് പിന്നെ എന്തിനുള്ള ഉത്തരം ശ്രേയക്ക് വേണ്ടത്? ചോദിച്ചോ. നീയല്ലേ മാളുവിനെ തട്ടിക്കൊണ്ടുപോയത്? ആ, അതെ, മാളുവിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാ. പക്ഷെ ആ കൊട്ടേഷൻ കൊടുത്തത് നീയല്ലേ. അധികം അഭിനയമൊന്നും വേണ്ട, എനിക്കെല്ലാം വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ രണ്ടാൾക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് നിനക്ക് ആരോടെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പക്ഷെ ഞാൻ കഥ തുടക്കം മുതലേ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. എല്ലാം താങ്ങാൻ ശ്രേയ തയ്യാറാവണമെന്ന് മാത്രം. ഞാനാരെയും ഒന്നും അറിയിക്കാൻ പോകുന്നില്ല. അതൊക്കെ അങ്ങനെ ആയാൽ ഞാനും ഒന്നും മിണ്ടില്ല, അതുപോലെ. ശ്ശേ, ഞാൻ മുത്തശ്ശി ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാ. വന്ന ആ മൂടങ്ങ് പോയി. ഇനിയിപ്പോ നാളെ പറയാം. എന്താ കാര്യം? പേടിക്കണ്ട, ഇരിക്കുന്ന കൊമ്പ് നകുൽ ഓടിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ, നാളെ കാണാം. മാളുവിനെ ഇങ്ങനെ അടിക്കടി തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് നിനക്ക് ഇത്ര ശത്രുവായിട്ടുള്ളതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാനും അത് ആലോചിക്കാത്തതല്ല. ആദ്യം മുതലേ എന്റെ സംശയം മുഴുവൻ ഗോകുലിനെയായിരുന്നു. അതാ ഞാൻ അവനെ കണ്ടപ്പോ രണ്ടെണ്ണം കൊടുത്തിട്ട് സംസാരിച്ചതും. പിന്നെ അവൻ പറയുന്നത് കേട്ടില്ലേ? പക്ഷേ ഇക്കാര്യത്തിൽ അവൻ നിരപരാധിയാ. പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിൽ? എനിക്ക് ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷേ പല സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. എന്ത് സംശയങ്ങൾ? ആ, അതങ്ങനെ പറയാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. എന്നാലും നിന്റെ മനസ്സിൽ തോന്നുന്ന സാധ്യതകൾ എന്താണെന്ന് പറ. അങ്ങനെ വേണ്ടില്ല. ഞാൻ ചില കാര്യങ്ങളുടെ അന്വേഷണത്തിലാണ്. അതിലൊരു ഉറപ്പ് കിട്ടാതെ ഞാനത് പറയുന്നത് ശരിയല്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനിനി അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എടാ, ഗംഗയുടെ കാര്യം എന്തായി? നീ അവളോടെല്ലാം മനസ്സോറും സംസാരിച്ചോ? എന്താ മഹി, നീ ഇതുവരെ സംസാരിച്ചില്ലേ? സംസാരിച്ചു. എന്നിട്ട് എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മഹിയേട്ടന്റെ ഭാര്യയാകാനുള്ള ഭാഗ്യം എനിക്കില്ല മഹിയേട്ട. ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ദിര, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടില്ല. കിട്ടിയാലും അത് പെട്ടെന്ന് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. എടാ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഗംഗയ്ക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അവള് നിന്റെ പ്രപ്പോസൽ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കാരണമുണ്ട്. മുത്തശ്ശി പറയുന്ന ആളെ വിവാഹം കഴിക്കുന്ന അവള് മുത്തശ്ശിക്ക് വാക്കു കൊടുത്തിരിക്കുക. ഇപ്പോ നകുലാണല്ലോ മുത്തശ്ശി പറഞ്ഞിരിക്കുന്ന ആള്. അതായിരിക്കും. പക്ഷേ മുത്തശ്ശിക്കറിയില്ലല്ലോ മഹിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന്. നിന്നെ വേണ്ടെന്ന് വെക്കാൻ മുത്തശ്ശിക്ക് ഒരു കാരണം ഉണ്ടാവില്ല.
നീ മുത്തശ്ശിയോട് സംസാരിക്കേ. നിനക്ക് ഗംഗയും ഗംഗയ്ക്ക് നിന്നെയും ഇഷ്ടമാണെന്ന് പറ. അതിനെ എതിർത്ത് മുത്തശ്ശി ഒന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെയുള്ളത് നകുലിന്റെ ഇഷ്യൂ ആണ്. അത് സംസാരിച്ച് ശരിയാക്കുന്നതേ ഉള്ളൂ. പരസ്പരം സ്നേഹിക്കുന്നവരാ ഒന്നിച്ച് ജീവിക്കേണ്ടത്, അല്ലാതെ മുതിർന്നവർ തീരുമാനിക്കുന്നവരല്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ മുത്തശ്ശിയോട് സംസാരിക്കാതെ വേറെ വഴിയില്ല മഹി. ഗംഗയ്ക്കാരാ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ? എന്ത് പഠിപ്പിച്ച കാര്യാ ചോദിക്കുന്നേ? ഗംഗയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, എന്നെ ഒരുക്കാൻ അറിയാം, എല്ലാം അറിയാം. എനിക്ക് ഗംഗയെ പോലെ ആകണം, അതാ എന്റെ ആഗ്രഹം. ആ വീട്ടുജോലികൾ ചെയ്യുന്ന കാര്യമാണോ മോള് ചോദിച്ചേ? അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും തനിയെ പഠിക്കുന്നല്ലേ. പിന്നെ എന്റെ മാളൂട്ടി എന്നെ പോലെയല്ല, നന്നായിട്ട് പഠിച്ച് മിടുക്കിയാവണം, നല്ല ജോലി നേടണം. എല്ലാവരും എന്റെ മോളെ കുറിച്ച് അസൂയോടെ പറയുന്ന രീതിയിലാവണം. ഗംഗെ, എന്റെ മാളൂന് നീ അമ്മയാകേണ്ടത്. അവളെ നല്ല നിലയിൽ എത്തിക്കാൻ നിനക്കേ പറ്റൂ. ഗംഗ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ കൂടെ തന്നെ വേണം. എന്താ ഗംഗയൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല മോളെ. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഡിസ്കഷൻ? ഞാൻ ഗംഗയോട് എന്നും എന്റെ കൂടെ ഉണ്ടാവണോന്ന് പറഞ്ഞതാ അച്ഛാ. ആണോ? ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാനാ വന്നത്. എന്താ മഹിയേട്ടാ? ആ, അതിപ്പോ മാളു പറഞ്ഞില്ലേ, അത് തന്നെ എൻ്റെ ആഗ്രഹം. നീ എന്നും എന്റെയും എന്റെ മോളുടെയും കൂടെ ഉണ്ടാവണം. കണ്ടോ കണ്ടോ, അച്ഛനും അത് തന്നെയല്ലേ പറഞ്ഞേ? മഹിയേട്ടാ, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിച്ച വാക്കുകളായത്. എന്റെ മാളൂന്റെ അമ്മയായി മഹിയേട്ടന്റെ ഭാര്യയായി കഴിയുന്നത് പുണ്യമായി കാണുന്ന ആളാ ഞാൻ. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. എനിക്കറിയേണ്ടിരുന്നതും അത് തന്നെയായിരുന്നു, നിന്റെ മനസ്സ്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആഗ്രഹിക്കുന്നത് പോലെ മുത്തശ്ശിയുടെ സമ്മതം, അത് ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചോട്ടെ? വേണ്ട മഹിയേട്ടാ, അതൊന്നും വേണ്ട. മഹിയേട്ടൻ ആരുടെയും മുൻപിൽ ചെറുതാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതില് ചെറുതും വലുതും എന്നൊക്കെ പറഞ്ഞ എന്താ? മുത്തശ്ശി മഹിയേട്ടൻ പറയുന്നതിനെ എതിർത്താലോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാ എന്റെ തോന്നല്. അച്ഛൻ പറഞ്ഞാൽ മുത്തശ്ശി എന്തായാലും അനുസരിക്കും. ഗംഗ എന്റെ അമ്മയായിട്ട് മുത്തശ്ശി തരും. ചോദിക്കച്ചാ. അതെ മഹിയേട്ട, മഹിയേട്ടൻ സംസാരിക്കണം. നമ്മുടെ മോക്ക് വേണ്ടി, മഹിയേട്ടന് വേണ്ടി മുത്തശ്ശിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മാളൂന് നിന്നോളം നല്ലൊരു അമ്മയെ കൊടുക്കാൻ എനിക്കാവില്ല. അത് മാത്രമല്ല, നിന്റെ മനസ്സിപ്പോ എനിക്കറിയാം. നീ അനുഭവിക്കുന്ന വേദനയും. നീയും മാളും ഒത്തൊരു ജീവിതം ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മതി മഹിയേട്ടാ, ഇത്രയും മാത്രം എനിക്ക് കേട്ടാ മതി. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് മഹിയേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവാ. മഹിയേട്ടൻ സംസാരിച്ച മുത്തശ്ശി സമ്മതിക്കെങ്കിൽ മഹിയേട്ടൻ മുത്തശ്ശിയോട് സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അച്ഛാ, അച്ഛനെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛൻ. എനിക്ക് അച്ഛനെ ഒരുപാട് ഒരുപാട് ഇഷ്ടാ. വാ. ഉമ്മ. കണ്ടോ കനി, ഈ സന്തോഷം ഇതിന് കാരണം നീയാ.
ആ നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകളയാനാ? സത്യത്തിൽ ഭാഗ്യം ചെയ്ത ഞാനാ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു തന്നെ. അച്ഛാ, നമുക്ക് 3 പേർക്കും കൂടി പുറത്തു പോയാലോ? ആ, ഈ രാത്രിയിലോ? നാളെ ആവട്ടെ മോളെ. പറ്റില്ല. എനിക്ക് ഗംഗയുടെ അച്ഛനെയും കൂടെ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോണം. ട്രീറ്റ് വേണം. മാളു, അതൊന്നും വേണ്ട. മുത്തശ്ശി സമ്മതിക്കില്ല. നമുക്ക് വേറൊരു ദിവസം പോവാം. പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. പോ അച്ഛാ. അച്ഛൻ വിളിച്ചാ ഗംഗയും വരും. മാളുവിന്റെ ആഗ്രഹമല്ലേ? ചെല്ലു മഹിയേട്ടാ, നമ്മുടെ കുഞ്ഞ് ആഗ്രഹിക്കുന്നില്ലേ? ശരി, നമുക്ക് പോവാം. എന്റെ മാളുവിന്റെ എല്ലാ ആഗ്രഹത്തിനും അച്ഛൻ കൂടെ ഉണ്ടാവും. നല്ല അച്ഛൻ. ഉമ്മ. എങ്ങനെ വേറെ റെഡിയാവും? നമുക്ക് പുറത്തു പോയിട്ട് വരാം. മഹേട്ടാ, അത് ആ, ഞാനല്ലേ പറയുന്നേ, നീ റെഡിയാവ്. വാ ഗംഗേ, വേഗം റെഡിയാവ്. ഞാൻ ഇപ്പൊ വരാവേ. ഗംഗ ഇതുവരെ റെഡിയായില്ലേ? നമുക്ക് പോണോ മാളു? വേണം, പോണം. എന്താ ഗംഗേ, പോവാന്ന് അച്ഛൻ പറഞ്ഞല്ലോ. പറഞ്ഞു. മോളെ അച്ഛൻ കൊണ്ടുപോയില്ലേ? ഞാൻ വരണോ? ഗംഗ ഈ പറയുന്നത് ശരിയല്ല. എന്നെ കൊണ്ടുവന്ന് വാക്ക് പറഞ്ഞിട്ട് പറ്റിക്കുന്നത്. അതല്ല മാളു, വെറുതെ എന്തിനാ നമ്മൾ 3 പേരും കൂടി ഇപ്പൊ പോകുന്നത്? മുത്തശ്ശിക്കടക്ക ആർക്കും ഇഷ്ടാവില്ല. അതെന്നാ സാരമില്ല. ഗംഗ വേഗം റെഡിയാവ്. എവിടേക്ക് പോകുന്ന കാര്യം ഈ പറയുന്നേ? അച്ഛനും ഗംഗയും കൂടി എനിക്ക് ട്രീറ്റ് തരാൻ പുറത്തു കൊണ്ടുപോവാ. പുറത്തോ? അതേ മുത്തശ്ശി, മഹേട്ടനും മാളും പുറത്തു പോകാൻ നിർബന്ധിച്ച് വിളിക്ക. അതൊന്നും വേണ്ട. നീ ഈ രാത്രി ഇനി എവിടെയും പോണ്ട. അതിനെന്താ, ഗംഗ തനിച്ചല്ലോ. ഞാനും അച്ഛനും ഇല്ലേ? അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. എന്താ ഗംഗ ഇത്? മാളു കുട്ടിയാ, അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാ അവൾ ഓരോന്നിനും വാശി പിടിക്കുന്നത്. അതിനൊപ്പം തുള്ളുകയാണോ നീ ചെയ്യേണ്ടത്? മുത്തശ്ശി, ഞാൻ ഒന്നും പറയണ്ട. നീ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാ. നിശ്ചയം കഴിഞ്ഞാൽ പാതി കല്യാണം കഴിഞ്ഞതിന് തുല്യ. അപ്പൊ നിന്റെ കാര്യങ്ങളിൽ നകുലിന് ഉത്തരവാദിത്വം ഉണ്ട്. ആ നഗർ എന്തിനാ ഗംഗയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? എല്ലാ കാര്യങ്ങളിലും അനുവാദം ചോദിക്കാൻ വിവാഹം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ മുത്തശ്ശി. ഞാൻ പറഞ്ഞില്ലേ, നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് നകുലിന് നിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാം. പിന്നെ എത്രയൊക്കെ പുരോഗമന ചിന്താഗതി ഉള്ളവരായാലും വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് മറ്റൊരാളുടെ കൂടെ അസമയത്ത് പോകുന്നത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നീ ഇവർക്കൊപ്പം പോകണ്ട. ഇനി അഥവാ പോകണമെങ്കിൽ തന്നെ അത് പകൽ സമയത്ത് നകുലിന്റെ അനുവാദത്തോടുകൂടി പോകാം. ഈ മുത്തശ്ശിക്ക് എന്താ? നകുലല്ല, എന്റെ അച്ഛനോ ഗംഗയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊന്നും പറയരുത് മാളു. മോളുടെ അച്ഛൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശ്രേയയാ, ഗംഗയല്ല. അല്ല, മുത്തശ്ശിക്ക് അറിയാഞ്ഞിട്ടാ. ഗംഗയെ മാത്രമേ എന്റെ അച്ഛൻ കല്യാണം കഴിക്കൂ. മാളു, വേണ്ട. എന്തിനാ ഗംഗ എന്നെ തടയുന്നേ? അതല്ലേ സത്യം. ഗംഗെ, നീ മാളുവിന്റെ കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാതെ വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇടയുണ്ടാക്കണ്ട. നീ എങ്ങോട്ടും പോകണ്ട. മുത്തശ്ശി, ഞാൻ ഗംഗ എന്റെ കൂടെ വരില്ലേ? ഗംഗ വന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും മിണ്ടില്ല, ഭക്ഷണവും കഴിക്കില്ല. മോളെ,
ഇങ്ങനൊന്നും പറയല്ലേ. ഇല്ല, സത്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ഗംഗയുടെ അച്ഛനെ കൂടെ പോണം. ഗംഗ വന്നേ പറ്റൂ. വെറുതെ വാശി പിടിക്കണ്ട മാളു, അതൊന്നും നടക്കില്ല. ഗംഗ പ്ലീസ്, ഗംഗ വാ, ഗംഗ പ്ലീസ്. വരാം, ഞാൻ വരാം മോളെ. ഗംഗേ, ഞാൻ പൊയ്ക്കോട്ടെ മുത്തശ്ശി. മാളുവിനെ കരയിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഇവള് കരയുന്നത് കണ്ടു നിൽക്കാനോ സഹിക്കാനോ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശി എന്നെ പോകാൻ അനുവദിക്കണം. മുത്തശ്ശി, ഞങ്ങൾ പോയിട്ട് വേഗം വരാം പ്ലീസ്.